സംസ്ഥാനത്തെ സർവകലാശാല ഭരണത്തിൽ കൂടുതൽ ഇടപെടലിനൊരുങ്ങി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഗവർണർ സന്ദർശനം നടത്തും. സർവകലാശാല ക്യാമ്പസുകളിൽ ഒരു ദിവസം തങ്ങി സാഹചര്യങ്ങൾ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെതിരെ നിരന്തരം ശബ്ദമുയർത്തിയ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് തന്നെയാണ് ഇപ്പോൾ നിലവിലെ ഗവർണറും തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ സംസ്ഥാനത്തെ സർവകലാശാല ഭരണത്തിൽ കൂടുതൽ ഇടപെടലിന് രാജേന്ദ്ര അർലേക്കർ ഇറങ്ങുമ്പോൾ അത് അദ്ദേഹം എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും ഒരു ദിവസം തങ്ങി തന്നെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ബീഹാറിൽ ഗവർണറായിരിക്കുന്ന സമയത്തും അദ്ദേഹം സമാനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ മിന്നൽ സന്ദർശനങ്ങളൊക്കെ നടത്തി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുകയും അക്കാദമിക് രംഗത്തുകളിൽ യൂണിവേഴ്സിറ്റികൾ കൂടുതൽ സജീവമായി ഇടപെടുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഗവേഷണ രംഗത്തെപ്പറ്റിയും ഒക്കെ വളരെ കാഴ്ചപ്പാട് പുലർത്തിയിരുന്ന ഒരാളാണ് നമ്മുടെ പുതിയ ഗവർണർ. എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ യൂണിവേഴ്സിറ്റികളിലെ അതീത രാഷ്ട്രീയ ഒരു സാന്നിധ്യത്തെ എതിർത്തത്, അല്ലെങ്കിൽ എതിർത്ത് തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയത്, സമാനമായ രീതിയിൽ തന്നെ പുതിയ ഗവർണർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും VC-മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിലാണ് കൃത്യമായി താൻ എല്ലാ സർവകലാശാലകളിലും സന്ദർശനം നടത്തുമെന്ന കാര്യം ഗവർണർ അറിയിച്ചിരിക്കുന്നത്. എല്ലാ സർവകലാശാലകളിലും ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് തങ്ങി അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അവിടുത്തെ ഒരു വിദ്യാഭ്യാസ നിലവാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമെന്നുള്ളതാണ് ഗവർണർ ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസമാണ് ഈ UGC-യുടെ കരട് ചട്ടം പുറത്തു വന്നത്. പ്രത്യേകിച്ച് സർവകലാശാലകളിൽ VC നിയമനത്തിനൊക്കെയുള്ള അന്തിമ അധികാരം, അല്ലെങ്കിൽ അതിനൊരു അധികാരം അത് ചാൻസലറായ വ്യക്തിക്ക് അല്ലെങ്കിൽ ഗവർണർക്ക്, കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഗവർണർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു കരട് ചട്ടമൊക്കെ പൂർണ്ണമായി പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ ശക്തി പകർന്ന ഒരു സാഹചര്യം ഗവർണർക്ക് ഇക്കാര്യത്തിലുണ്ട്. VC നിയമനങ്ങൾ, അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണത്തിൽ അത് ഗവർണർ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള പൂർണ്ണ നിയന്ത്രണം എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം വ്യക്തമാണ്. അദ്ദേഹം ശ്രമിക്കുന്നത്, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ സമാനമായ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റികളിൽ SFI പ്രവർത്തകർ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച സമയത്ത് അദ്ദേഹം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോയി താമസിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ഗവർണർ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക്, സർവകലാശാലകളിലേക്ക്, ക്യാമ്പസുകളിലേക്ക് സന്ദർശനത്തിനായി എത്തുകയാണ്. എല്ലാ സർവകലാശാലകളിലും ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് സജീവമായി തന്നെ ചാൻസലർ എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെ സംവിധാനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർവകലാശാലകൾ ഒരു സാധാരണ റൊട്ടീൻ പഠന കേന്ദ്രം മാത്രമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. കൂടുതൽ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സർവകലാശാലകളിൽ പ്രാധാന്യം നൽകണം. അങ്ങനെ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഈ VC-മാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കർശനമായി യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരേ സമയം സർവകലാശാലകളിലെ രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കാനുള്ള നടപടികളിലേക്കും സർവകലാശാലകളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനുള്ള ഇടപെടലുകളിലേക്കും ഗവർണർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത്, എന്തൊരു രീതി എന്തായിരിക്കും എന്നുള്ളത് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയാണ്. ബീഹാറിലടക്കം സ്വീകരിച്ച സമാനമായ നിലപാടുകൾ കേരളത്തിലും ആവർത്തിക്കുമെന്നുള്ളത്. എന്തായാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഗവർണർ എത്തുമ്പോൾ അതിനെ എങ്ങനെ സർക്കാരും, നേരത്തെ SFI-യുടെയൊക്കെ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്, ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ പുതിയ ഗവർണർ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അവിടെ സന്ദർശനം നടത്താനും അവിടെ ഒരു ദിവസം തങ്ങാനും ഒക്കെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ SFI അടക്കമുള്ള ഇടത് രാഷ്ട്രീയ സംവിധാനങ്ങൾ അതിനെ എങ്ങനെ നേരിടുമെന്നുള്ളത് എന്തായാലും പ്രസക്തമാണ്. പഴയ ഗവർണർക്കെതിരെ സമാന രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചയാകും. എന്തായാലും അദ്ദേഹം നേരിട്ട് യൂണിവേഴ്സിറ്റികളിൽ ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച, പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനും കൂടിയുള്ള തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. രോഹിണി.